ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. ഒരു ചെറിയ കേക്ക് കട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൂടാതെയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി നമുക്ക് കാണാം. അപ്പോൾ രാവിലെ തീരെ വയ്യ, വയറുവേദനയും ബോഡി പെയിനും ഒക്കെ ഉണ്ട്. ഞാൻ കുറച്ച് ഉലുവ വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചിട്ട് ഒരു കറി വെക്കാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ എന്ത് കറിയാണെന്ന് ഞാൻ പറയാം. ഹാർട്ട് കറിയാണ്. അപ്പോൾ ഇവിടെ ബീഫിൻ്റെ ഹാർട്ടാണ് കിട്ടുന്നത് കൂടുതലും. അപ്പോൾ അതാണ് ഞാൻ കറി വെക്കാൻ പോകുന്നത്. ഇപ്പോൾ മഞ്ഞൊക്കെ മാറിയപ്പോൾ ഉള്ള ഒരു ആകെ ആശ്വാസം എന്ന് പറയുന്നത് വെളിച്ചെണ്ണയൊക്കെ നേരത്തെ കട്ടി പിടിച്ചിരിക്കുമായിരുന്നു. ഇപ്പോൾ നല്ല ലൂസായിട്ട് നമ്മുടെ നോർമൽ വെളിച്ചെണ്ണ പോലെ നമുക്ക് എടുത്തൊഴിക്കാൻ പറ്റുന്ന രീതിയിലായിട്ടുണ്ട്. കറി വെക്കുന്നതൊന്നും വലിയ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. ഞാനത് സൈഡിൽ കാണുന്ന കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഉള്ളിയൊക്കെ വഴറ്റിയിട്ട് അതിൽ വെക്കണം. പുറത്ത് നല്ല വെട്ടമൊക്കെ ഉള്ളതുകൊണ്ട് ഇടയ്ക്ക് ഇവിടെ വന്നിങ്ങനെ പുറത്തേക്ക് നോക്കി നിൽക്കും. ഇപ്പോൾ ടി വിയിൽ എമ്പുരാൻ്റെ ഇൻ്റർവ്യൂ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും കണ്ട് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ റീലും ഒക്കെ കണ്ടിട്ട് അങ്ങനെയാണ് സമയം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അച്ചു ഇട്ടിരുന്ന ആപ്പിൾ കഴിക്കുകയാണ്. വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര നാണമായി. പിന്നെ എനിക്കൊരു അബദ്ധം പറ്റി, കുക്കറിൽ നിന്ന് ഇതിനകത്തോട്ട് എടുത്തിടുന്ന ഒന്നും കിട്ടിയില്ല, വീഡിയോ കിട്ടിയില്ല. അപ്പോൾ ഇത് ഞാൻ നന്നായിട്ട് ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറി വയ്ക്കലും സംഭവങ്ങളും എല്ലാം കഴിഞ്ഞു. അപ്പോൾ ഞാൻ കുറച്ച് നേരം ടി വി കാണാമെന്ന് പറഞ്ഞ് വന്നിരുന്നപ്പോഴാണ് തുണി കഴുകാൻ ഇട്ടിട്ടില്ല എന്ന് ഓർത്തത്. അപ്പോൾ നമ്മൾ പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നതിന് ശേഷം നമുക്ക് പുറത്ത്, അതായത് അപ്പാർട്ട്മെൻറ്റിൽ തന്നെ വേറെ ഫ്ലോറിൽ കൊണ്ടുപോയി തുണി കഴുകാനായിട്ട് ഇടണം. അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ആദ്യമൊക്കെ അതൊരു ബുദ്ധിമുട്ടാണെന്ന് തോന്നി, പിന്നെ ഇപ്പോൾ അഡ്ജസ്റ്റ് ആയി. ഇപ്പോൾ നമ്മൾ തുണി കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയിട്ട് ഇടുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ തൊട്ട് താഴത്തെ ഫ്ലോറിലാണ് കൊണ്ടുപോയി ഇടുന്നത്. അങ്ങനെ അതിനായിട്ട് ഇറങ്ങി വരുമ്പോഴും ദേ ഗ്ലാസിൻ്റെ അവിടെ കുറച്ച് നേരം നിൽക്കാറുണ്ട്. കാരണം പുറത്തേക്ക് കാണാനായിട്ട് നല്ല രസമാണ്. നല്ല വെയിലാണെങ്കിലും മഞ്ഞാണെങ്കിലും മഴയാണെങ്കിലും ഒക്കെ അവിടെ നിന്ന് കുറച്ച് നേരം നമുക്ക് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ ലോണ്ടറി റൂം. ഇവിടെ കുറേ വാഷറും ഡ്രയറും ഇതുപോലെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ തിരിച്ച് വന്ന് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഏജന്റ് എന്ന് പറയുന്ന സിനിമ കണ്ടു. ഇനി തുണി കഴുകി തീരുമ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ പോയി താഴെ പോയി അത് എടുക്കണം. അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മൾ ഇത്തവണ വാൾമാർട്ടിൽ പോയപ്പോൾ ബംബിൾ മാസ് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് എടുത്തു. സാധാരണ ഈ ഒരു ടേസ്റ്റിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഗ്രേപ്പ് ഫ്രൂട്ട് ആണ്. അതിനൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആണ്, പക്ഷേ കുറച്ച് പുളിപ്പും കൂടി ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സംഭവം കണ്ടപ്പോൾ വാങ്ങിച്ചു. സാധാരണ ഞാനൊക്കെ മുറിച്ചിട്ടുള്ളത് എൻ്റെ ഒരു ഇതിൽ നല്ല പുറന്തോടിന് നല്ല കട്ടിയായിരിക്കും. ഇത് പക്ഷേ ഒരു പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. എളുപ്പമുണ്ടായിരുന്നു കട്ട് ചെയ്തെടുക്കാനൊക്കെ. കളറൊന്നുമില്ല, നോർമൽ വൈറ്റ് കളറായിരുന്നു. പക്ഷേ നമ്മൾ സാധാരണ ചെറിയ പുളിപ്പൊക്കെ ഉള്ളപ്പോൾ ഉപ്പും മുളകും ഒക്കെ ഇട്ട് കഴിക്കുമല്ലോ, അങ്ങനെയൊന്നും ഇടേണ്ട ആവശ്യമില്ലായിരുന്നു. അല്ലാതെ തന്നെ നമുക്ക് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ സ്പീഡിന് അതെല്ലാം എടുത്ത് ഒരു പ്ലേറ്റിലാക്കി. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഒരുവിധമൊക്കെ കഴിച്ചും കഴിഞ്ഞു. അപ്പോൾ ഈ പ്ലേറ്റിലിരിക്കുന്നത് ഇനി കുറച്ചും കൂടെ കഴിക്കണം. ക്ലീനിങ്ങും എല്ലാം കഴിഞ്ഞു. എൻ്റെ അടുത്ത പ്ലാൻ എന്ന് പറയുന്നത് ഇതിൽ നിന്ന് കുറച്ചെടുത്ത് ഉപ്പും മുളകും, ഞാൻ മുളകല്ല കുരുമുളകാണ് ഇടുന്നത്, ഇട്ടിട്ട് കഴിച്ച് നോക്കാമെന്നുള്ളതാണ്. ഇപ്പം എന്തായാലും ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഉപ്പും മുളകും കൂടി ഇട്ടിട്ട് കഴിച്ച് നോക്കാമെന്ന് വിചാരിച്ചു. അതിനായിട്ട് ഞാൻ കുറച്ചെടുത്ത് പിച്ചിക്കീറിയൊക്കെ ഇടുകയാണ്. അച്ചു അങ്ങനെ കഴിച്ചിട്ടില്ല. അപ്പോൾ അതും കൂടെ വെച്ചിട്ടാണ് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കുരുമുളകും ഒക്കെ വിതറി. അപ്പോൾ തന്നെ കൈയുമായിട്ട് വന്ന് ഇരിപ്പുണ്ട്. ഞാനതൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിച്ച് നോക്കി, എന്നിട്ട് കൊടുത്തു. അപ്പോൾ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് ഫുൾ അച്ചു കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ 3 പേരും ബാക്കി നോർമൽ സാധനം തന്നെ കഴിച്ചു. കാരണം അത് നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമൊക്കെ ഉണ്ട്. അപ്പോൾ അത് തന്നെ കഴിച്ചു. അതിനുശേഷം വൈകിട്ടത്തെ വെയിലടിക്കുന്ന സമയത്ത് ഒരു കാഴ്ചയുണ്ടായിരുന്നു. എന്നിട്ട് ഇങ്ങനൊരു സാധനം ഇവിടെ വിൻഡോയിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുള്ള് ഇങ്ങനെ ഒരു മഴവില്ല് പോലെ ഇങ്ങനെ വെട്ടം അടിക്കുന്നുണ്ടായിരുന്നു. പൂച്ചക്കുഞ്ഞാണെങ്കിൽ അത് കണ്ടിട്ട് അതിനെ പിടിക്കാനായിട്ട് അത് കുറേ നേരം കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. അങ്ങനെ ആളിപ്പോൾ 3 മാസമൊക്കെ ആവുന്നതേ ഉള്ളൂവെങ്കിലും ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചാടി പിടിക്കാനൊക്കെ ഭയങ്കര ത്വരയാണ്. വെഡിങ് ആനിവേഴ്സറി ഇന്നാണെങ്കിലും തലേന്നാണ് വൈകുന്നേരമാണ് നമ്മൾ കേക്ക് മുറിക്കുന്നത്. കാരണം ചേട്ടൻ വൈകുന്നേരം ആയപ്പോൾ പുറത്ത് പോയി ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് മിക്സഡ് ഫ്രൂട്ട് ഷോർട്ട് കേക്കാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. ഓവറായിട്ടുള്ള മധുരവും അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമുള്ള കേക്ക് എന്നുള്ള രീതിയിൽ ഇതാണ് വാങ്ങിക്കുന്നത്. അപ്പോൾ ഇത്തവണ പറ്റിയത് എന്താണെന്ന് വിചാരിച്ചാൽ അതിനകത്തുള്ള ആ കിവി എടുത്ത് എനിക്ക് തന്നത് ഭയങ്കര പുളിയായിരുന്നു. ചെവിയുടെ സൈഡൊക്കെ നല്ല വേദന എടുക്കുന്ന രീതിയിൽ പുളിച്ചു പോയി. സാധാരണ വാങ്ങിക്കുമ്പോഴെല്ലാം നല്ല പഴുത്ത ഫ്രൂട്ട്സ് ആയിരിക്കും മുകളിലിരിക്കുന്നത്. ഇതിലിപ്പോൾ സ്ട്രോബെറിയും കിവിയും നല്ല പുളിയായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്. വെൽക്കണ്ണാടി.